ഹലോ, ഞാൻ എടുക്കാൻ പോകുന്നത് BSC തേർഡ് സെമസ്റ്റർ ഓഡിറ്റ് കോഴ്സായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ ബുക്ക് സോഷ്യൽ കോൺട്രാക്റ്റ്? ആരാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത്? റുസോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ആൻ എക്സ്പോണൻറ്റ് ഓഫ് അബ്സല്യൂട്ട് മൊണാർക്കി? ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ആൻ എക്സ്പോണൻ്റ് ഓഫ് അബ്സല്യൂട്ട് മൊണാർക്കി? ആൻസർ വരുന്നത് തോമസ് ഹോബ്സ് ആണ്. തോമസ് ഹോബ്സ് ആണ് എക്സ്പോണൻ്റ് ഓഫ് അബ്സല്യൂട്ട് മൊണാർക്കി കേട്ടോ. എക്സ്പോണൻ്റ് ഓഫ് അബ്സല്യൂട്ട് മൊണാർക്കി തോമസ് ഹോബ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നാച്ചർ മാൻ വാസ് സെൽഫിഷ്, ബ്രൂട്ടിഷ് ആൻഡ് നാസ്റ്റി. ഹൂ സെഡ് ദിസ്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? തോമസ് ഹോബ്സ് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ കൺസിഡേർഡ് ജനറൽ വിൽ ആസ് സോവറൈൻ? ആരാണ് ജനറൽ വിൽ ഒരു സോവറൈനായിട്ട് കണ്ടത്? റുസോ തന്നെയാണ് കേട്ടോ. ജനറൽ വിൽ ഒരു സോവറൈനായിട്ട് കണ്ടത് റുസോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാഗ്ന കാർട്ട വാസ് സൈൻഡ് ഇൻ ദ ഇയർ? ആൻസർ വരുന്നത് സി ആണ്, 1215. ദ മാഗ്ന കാർട്ട വാസ് സൈൻഡ് ഇൻ ദ ഇയർ 1215 കേട്ടോ. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആൻസർ ആയിട്ട് വരുന്നത് 1215. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കിങ് സൈൻ ദ മാഗ്ന കാർട്ട? ഏത് കിങ് ആണ് മാഗ്ന കാർട്ടയിൽ സൈൻ ചെയ്തത്? ജോൺ ആണ് കേട്ടോ. ജോൺ ആണ്. എ ആണ് ആൻസർ വരുന്നത്, ജോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ബിൽ ഓഫ് റൈറ്റ് വാസ് സൈൻഡ് ഇൻ? ബ്രിട്ടീഷ് ബിൽ ഓഫ് റൈറ്റ് സൈൻ ചെയ്തത് 1689. 1689 ബ്രിട്ടീഷ് ബിൽ ഓഫ് റൈറ്റ് സൈൻ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ലോഗൻ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ വാസ് ഷൗട്ടഡ് ഇൻ വിച്ച് കൺട്രി? ദ സ്ലോഗൻ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ വാസ് ഷൗട്ടഡ് ഇൻ ദ ഏത് കൺട്രിയാണെന്നാണ് ചോദിക്കുന്നത്? അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കൺട്രി അമേരിക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാസ് അഡോപ്റ്റഡ് ഇൻ ദ ഇയർ? ദ ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാസ് The Declaration of American Independence was adopted in the year 1776. The Declaration of American Independence was adopted in the year 1776 കേട്ടോ. Declaration of American Independence was adopted in the year 1776 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഡ്രാഫ്റ്റഡ് ദ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്? ആരാണ് ഡ്രാഫ്റ്റ് ചെയ്തത് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്? തോമസ് ജെഫേഴ്സൺ ആണ് കേട്ടോ. തോമസ് ജെഫേഴ്സൺ ആണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഡ്രാഫ്റ്റ് ചെയ്തത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രാഫ്റ്റഡ് ഇൻ? ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രാഫ്റ്റഡ് ഇൻ 1787 കേട്ടോ. 1787 ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രാഫ്റ്റഡ് ഇൻ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് 1787. അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാസ് അഡോപ്റ്റഡ് ഇൻ 1776, 1776. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ടേക്ക് പ്ലേസ് ഇൻ അമേരിക്ക? എപ്പോഴാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ അമേരിക്ക? 1791. 1791 ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ അമേരിക്ക. ഓക്കെ. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ അമേരിക്ക 1791. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രോഹിബിറ്റ് സ്ലേവറി ഇൻ അമേരിക്ക? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രോഹിബിറ്റ് ചെയ്തത് സ്ലേവറി ഇൻ അമേരിക്ക? സ്ലേവറി എന്ന് പറഞ്ഞാൽ അടിമത്വം. അത് പ്രോഹിബിറ്റ് ചെയ്തത് നിർത്തലാക്കിയത് എന്നാണെന്നാണ് ചോദിക്കുന്നത്. ഏത് അമെൻമെൻറ്റിലാണെന്നാണ് ചോദിക്കുന്നത്? 13th അമെൻമെൻറ്റിലാണ് കേട്ടോ. അമേരിക്കയുടെ 13th അമെൻമെൻറ്റിലാണ് പ്രോഹിബിറ്റ് സ്ലേവറി ഇൻ അമേരിക്ക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മെൻ വാസ് അഡോപ്റ്റഡ് ഇൻ വിച്ച് കൺട്രി? ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് മെൻ വാസ് അഡോപ്റ്റഡ് ഇൻ വിച്ച് കൺട്രി? ഏത് കൺട്രിയാണ്? ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് മെൻ വാസ് അഡോപ്റ്റഡ് ഇൻ വിച്ച് കൺട്രി? ഏത് കൺട്രിയാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ആണ്. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് മെൻ വാസ് അഡോപ്റ്റഡ് ഇൻ ഫ്രാൻസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂസ് ഫിലോസഫി ഇൻസ്പയർഡ് മോർ ടു ദ ഫ്രഞ്ച് റെവല്യൂഷൻ? ആരുടെ ഫിലോസഫിയാണ് ഇൻസ്പയർ ചെയ്തത് ഫ്രഞ്ച് റെവല്യൂഷനെ? ഫ്രഞ്ച് റെവല്യൂഷനെ ഇൻസ്പയർ ചെയ്തത് റുസോയുടെ ഫിലോസഫിയാണ് കേട്ടോ. റുസോയുടെ ഫിലോസഫിയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഒക്കെ? ഫ്രഞ്ച് റെവല്യൂഷൻ എപ്പോഴാണ് നടന്നത്? 1789 ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ. 1789. അടുത്ത ക്വസ്റ്റ്യൻ, മെൻ ആർ ബോൺ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ്. ഹൂ സെഡ് ദിസ്? മെൻ ആർ ബോൺ ആൻഡ് ഈക്വൽ റൈറ്റ്സ് ആരാണ് പറഞ്ഞത്? TH ഗ്രീൻ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. മെൻ ആർ ബോൺ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അപ്രോച്ച് എംഫസൈസ് ഓൺ സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്? ഏത് അപ്രോച്ചാണ് എംഫസൈസ് ചെയ്യുന്നത് ഓൺ ഡിറ്റർമിനേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്? ആൻസർ വരുന്നത് ലിബറൽ അപ്രോച്ചാണ്. ലിബറൽ അപ്രോച്ചാണ് എംഫസൈസ് ചെയ്യുന്നത് സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ,
സോഷ്യലിസ്റ്റ് അപ്രോച്ച് എംഫസൈസ് ഓൺ. സോഷ്യലിസ്റ്റ് അപ്രോച്ച് എങ്ങനെയാണ് എംഫസൈസ് ചെയ്യുന്നത്? എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ് ആണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ് ആണ് സോഷ്യലിസ്റ്റ് അപ്രോച്ച് എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് വെസ്റ്റേൺ അപ്രോച്ച്? വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് വെസ്റ്റേൺ അപ്രോച്ച്? ഫണ്ടമെൻ്റൽ ഇൻഡിവിജ്വലിസം ആണ് കേട്ടോ. ഫണ്ടമെൻ്റൽ ഇൻഡിവിജ്വലിസം ആണ് സെൻട്രൽ ഐഡിയ ഓഫ് വെസ്റ്റേൺ അപ്രോച്ച്. സെൻട്രൽ ഐഡിയ ഓഫ് വെസ്റ്റേൺ അപ്രോച്ച് എന്താണ്? ഫണ്ടമെൻ്റൽ ഇൻഡിവിജ്വലിസം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാർക്സിസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പുട്ട് എംഫസൈസ് ഓൺ. സോഷ്യൽ റൈറ്റുകളാണ് കേട്ടോ. മാർക്സിസ്റ്റിൻ്റെ കൺസെപ്റ്റിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് സോഷ്യൽ റൈറ്റുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ UN ഡേ? എന്താണ് UN ഡേ? എന്നാണ് UN ഡേ? 24th ഒക്ടോബർ ആണ് കേട്ടോ. 24th ഒക്ടോബർ ആണ് UN ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 24th ഒക്ടോബർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ UDHR വാസ് പാസ്ഡ് ബൈ ദ ജനറൽ അസംബ്ലി ഓൺ ഡാഷ്. ആൻസർ വരുന്നത് ബി ആണ്. 10th ഡിസംബർ ആണ്. UDHR വാസ് പാസ്ഡ് ബൈ ദ ജനറൽ അസംബ്ലി ഓൺ 10th ഡിസംബർ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്? ഇതിനകത്ത് ഏതാണ് ഫസ്റ്റ് ജനറേഷൻ റൈറ്റ് ആയിട്ട് പറയുന്നത്? പൊളിറ്റിക്കൽ റൈറ്റ് ആണ് കേട്ടോ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്? ജനറേഷൻ റൈറ്റ് ആണ്, പൊളിറ്റിക്കൽ റൈറ്റ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ആർട്ടിക്കിൾസ് ആർ ദർ ഇൻ എ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? എത്ര ആർട്ടിക്കിൾസ് ആണുള്ളത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ? 30 എണ്ണാണുള്ളത് കേട്ടോ. 30 എണ്ണാണുള്ളത്. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നല്ലോ 5th സെമിസ്റ്ററിൽ. ഓക്കെ, ഹൗ മെനി ആർട്ടിക്കിൾസ് ആർ ദർ ഇൻ എ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? 30 ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 10th ഡിസംബറിലാണ് കേട്ടോ. 10th ഡിസംബറിലാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. 10th ഡിസംബറിലാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് യുനെസ്കോ? യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിങ്ടണിലാണ് യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ILO വാസ് ഫോംഡ് ഇൻ ദ ഇയർ ഡാഷ്. 1919 ILO വാസ് ഫോംഡ്. ഓക്കെ, ILO ഫോം ചെയ്തത് 1919 കേട്ടോ. 1919. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്? ആരായിരുന്നു ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്? ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ഓഫ് കമ്മീഷൻ ആരായിരുന്നു? എലീനർ റൂസ്വെൽറ്റ് ആയിരുന്നു കേട്ടോ. എലീനർ റൂസ്വെൽറ്റ് ആയിരുന്നു. റൂസ്വെൽറ്റ് എന്ന് ആലോചിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് ആർ കൺസിഡേർഡ് ആസ്. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് കൺസിഡർ ചെയ്യുന്നത് ഡാഷ്. ഫസ്റ്റ് ജനറേഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് ജനറേഷൻ റൈറ്റ് എന്നതിനകത്ത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ജനറേഷൻ എന്നുള്ള ആലോചിക്കുക. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആർ കൺസിഡേർഡ് ആസ് ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്. ഫസ്റ്റ് ജനറേഷൻ റൈറ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ പാരീസ് പീസ് കോൺഫറൻസ് ഹെൽഡ്? വെൻ വാസ് ദ പാരീസ് പീസ് കോൺഫറൻസ് ഹെൽഡ്? 1919 തന്നെയാണ് പാരീസ് പീസ് കോൺഫറൻസും നടന്നിട്ടുള്ളത്. ILO വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1919 തന്നെയാണ്. അതുപോലെ തന്നെ പാരീസ് പീസ് കോൺഫറൻസും നടന്നത് 1919 തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ വാസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ലീഗ് ഓഫ് നാഷൻസ്? എവിടെയായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ലീഗ് ഓഫ് നാഷൻ? ലീഗ് ഓഫ് നാഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ജനീവയിലായിരുന്നു കേട്ടോ. ജനീവയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ലീഗ് ഓഫ് നാഷൻ. ലീഗ് ഓഫ് നാഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പീസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ഇഫ് ഇറ്റ് ബേസ്ഡ് ഓൺ അപ്പോൺ സോഷ്യൽ ജസ്റ്റിസ്. Which organization proclaimed this? Peace can be established only if it is based upon social justice. സോഷ്യൽ ജസ്റ്റിസിൻ്റെ ബേസിസിൽ മാത്രമാണ് നമുക്ക് പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് ഓർഗനൈസേഷൻ പ്രൊക്ലൈംഡ് ദിസ്? ആരാണ് ഇത് പ്രൊക്ലൈം ചെയ്തത്? യുനെസ്കോ ആണ് പറഞ്ഞത്. ഓക്കെ, യുനെസ്കോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ യുനെസ്കോ ഫോംഡ്? 1946 യുനെസ്കോ ഫോം ചെയ്യുന്നത് കേട്ടോ. 1946 യുനെസ്കോ ഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് WHO? ജനീവയിൽ തന്നെയാണ് WHO ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് WHO എവിടെയാണ്? ജനീവയിൽ തന്നെയാണ്. വെർ വാസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ലീഗ് ഓഫ് നാഷൻ? ലീഗ് ഓഫ് നാഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ജനീവയിൽ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്. ഇൻ വിച്ച് ഡോക്യുമെൻറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻ? എല്ലാ മനുഷ്യരും ബീയിങ് ആർ ബോൺ ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്. ഡിഗ്നിറ്റിയിലും റൈറ്റ്സിലൊക്കെ ഈക്വൽ ആണ് ജനിക്കുന്ന സമയത്ത്. ഏത് ഡോക്യുമെൻറ്റിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻ ആകുന്നത്? UDHR കേട്ടോ. UDHR ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. ഓൾ ഹ്യൂമൻസ് ബീയിങ് ആർ ബോൺ ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഇൻ്റർനാഷണൽ ലോ? ആരാണ് ഇൻ്റർനാഷണൽ ലോയുടെ ഫാദർ? ഹ്യൂഗോ ഗ്രോട്ടിയസ് ആണ് കേട്ടോ. ഹ്യൂഗോ ഗ്രോട്ടിയസ് ആണ് ഇൻ്റർനാഷണൽ ലോയുടെ ഫാദർ. ഹ്യൂഗോ ഗ്രോട്ടിയസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ ഇൻ്റർനാഷണൽ Covenant on Economic, Social and Cultural Rights adopted?
വെൻ വാസ് എപ്പോഴായിരുന്നു ഇൻ്റർനാഷണൽ കവേനൻറ്റ് ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ് അഡോപ്റ്റഡ്? 1976 കേട്ടോ. 1976 ഇൻ്റർനാഷണൽ കവേനൻറ്റ് ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് അഡോപ്റ്റഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ആർട്ടിക്കിൾസ് ആർ ദർ ഇൻ ICESER? ഐസറിൽ എത്ര ആർട്ടിക്കിൾസാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. 31 ആർട്ടിക്കിൾസാണുള്ളത് കേട്ടോ. 31 ആർട്ടിക്കിൾസാണ് ഐസറിലുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് റൈറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ ആർട്ടിക്കിൾ 1 ഓഫ് ദ ICESER? ഓക്കെ, റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ. ഏത് റൈറ്റാണ് മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 1 ആർട്ടിക്കിൾ 1 ഓഫ് ICESER ആർട്ടിക്കിൾ 1 ആയിട്ട് ഏതാ കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ ആക്ട് വിച്ച് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ആൻസർ വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് ആണ്. ദ ആക്ട് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് തേർഡ് ജനറേഷൻ റൈറ്റ്? ഏതാണ് ഇതിനകത്ത് തേർഡ് ജനറേഷൻ റൈറ്റ് ആയിട്ട് പറയുന്നത്? എൻവയോൺമെൻറ്റൽ റൈറ്റ്സ് ആണ് കേട്ടോ. എൻവയോൺമെൻറ്റൽ റൈറ്റ്സ് ആണ് തേർഡ് ജനറേഷൻ റൈറ്റ് എന്ന് പറയുന്നത്. തേർഡ് ജനറേഷൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റുള്ള ഒരു ഫ്യൂച്ചർ ജനറേഷന് ബാധിക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മളിതിനെ മാറ്റാൻ പാടില്ല. അപ്പോൾ അതൊരു എൻവയോൺമെൻറ്റൽ റൈറ്റിൽ പെട്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വേർ ദ 2 വേർഡ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ 42nd അമെൻമെൻറ്റ്? ഓക്കെ, വിച്ച് ആർ ദ 2 വേർഡ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആമുഖത്തിൽ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ രണ്ട് വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ത്രൂ 42nd അമെൻമെൻറ്റിൽ 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം 2 വേർഡ്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? സെക്യുലറിസം അതുപോലെ തന്നെ സോഷ്യലിസം ആണത്. സെക്യുലറിസവും സോഷ്യലിസം ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ള 2 വേർഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് അമെൻമെൻറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗേവ് precedence to DPSP over FR? Which amendment to the constitution gave precedence to DPSP over FR? ആൻസർ വരുന്നത് 42nd amendment ആണ് കേട്ടോ. 42nd amendment പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗേവ് precedence to DPSP over FR. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The 6 freedoms of Indian citizens have been enshrined in. The 6 freedom of Indian citizens have been enshrined in Article 19 ആണ് കേട്ടോ. Article 19 6 freedoms of Indian citizens have been enshrined. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following was wrongly listed in the group of freedom of religion? Okay, which of the following was wrongly listed in the group of freedom under Article 19? ഇതിനകത്ത് ഏതാണ് ഫോളോയിങ് വാസ് റോങ്ലി അതായത് തെറ്റായി ലിസ്റ്റ് ചെയ്തത് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ഫ്രീഡം അണ്ടർ ആർട്ടിക്കിൾ 19? ആർട്ടിക്കിൾ 19 ഒരു ഫ്രീഡത്തിൻ്റെ ഒരു ലിസ്റ്റിൽ റോങ്ലി ലിസ്റ്റ് ചെയ്തത് ഏതാണ്? ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് കേട്ടോ. ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഇഷ്യൂഡ് ദ കോർട്ട് ഡയറക്റ്റിംഗ് ടു എ പേഴ്സൺ ടു പെർഫോം പബ്ലിക് ഡ്യൂട്ടീസ് ഈസ്? writ issued the court directing to a person to perform public duties is? ആൻസർ വരുന്നത് ഹെബീസ് കോർപ്പസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് ഇൻകോർപ്പറേറ്റഡ്? ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 21A ആണ് കേട്ടോ. ആർട്ടിക്കിൾ 21A ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് ഇൻകോർപ്പറേറ്റഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ? 2005 കേട്ടോ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. PUCL സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് PUCL സ്റ്റാൻഡ് ചെയ്യുന്നത്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആണ് കേട്ടോ. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആണ് PUCL സ്റ്റാൻഡ് ചെയ്യുന്നത്. PUCLൻ്റെ ഫുൾ ഫോം എന്താണ്? പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എടുക്കാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.